എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360 ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്. അതും പ്രൈവറ്റ് ബാങ്ക് ആയിട്ടുള്ള HDFCയും ടാറ്റയും തമ്മിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബേസിക് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഈ കാർഡിൻ്റെ ഓഫറുകൾ എന്തൊക്കെയാണ്? നിങ്ങളൊരു ബിഗിനർ ആണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ജേർണിയിൽ, നിങ്ങൾക്ക് നിലവിൽ ഏറ്റവും കുറഞ്ഞ ഒരു ക്രെഡിറ്റ് സ്കോർ ആണുള്ളത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഇല്ല എങ്കിൽ തന്നെ ഞങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ ഒരു കാർഡിന് ജോയിൻ ചെയ്തുകൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓഫറുകൾ കരസ്ഥമാക്കാം. ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ജോയിനിങ് ഫീസ് എത്രയാണ്, ആനുവൽ ഫീസ് എത്രയാണ്, ഇത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പെട്ടെന്നൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ടാറ്റ ന്യൂ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ട് നെറ്റ്വർക്ക് പാർട്ട്നേഴ്സിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്ന് റൂപേ കാർഡായിട്ടും മറ്റൊന്ന് വിസ കാർഡായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. നിലവിൽ UPIയുമായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത്, അതായത് നമ്മുടെ ഗൂഗിൾ പേ, Paytm, ഫോൺ പേ മുതലായ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എത്ര ചെറിയ എമൗണ്ടിലുള്ള പേയ്മെൻറ്റ് വേണമെങ്കിലും നടത്താനായിട്ട് സാധിക്കുന്നത് ഈ പറഞ്ഞ റൂപേ നെറ്റ്വർക്കിലുള്ള കാർഡുകൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടാറ്റ ന്യൂ ക്രെഡിറ്റ് കാർഡ് റൂപേ നെറ്റ്വർക്കിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് ചൂസ് ചെയ്യാം, റൂപേ വേണോ വിസ വേണോ എന്നുള്ളത്. നിങ്ങൾ റൂപേ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ ഒരു കാർഡ് എടുക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ കാർഡ് അപ്രൂവ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഈ ഒരു കാർഡ് എടുക്കുന്നവർക്ക് 0 ജോയിനിങ് ഫീസാണ് നൽകുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ജനുവരി 2024 അപ്പോൾ 2024 ജനുവരിയിൽ ഈ ഒരു ഓഫർ നിലവിലെടുത്തോളം കാലം നിങ്ങൾ ഈ ഒരു കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ജോയിനിങ് ഫീസ് ഒന്നും തന്നെ കൊടുക്കേണ്ടി വരുന്നില്ല. ഇനി ഈ ഒരു കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രോസറീസ്, മെഡിസിൻ, ഷോപ്പിംഗ്, ട്രാവൽ എന്നിങ്ങനെയുള്ള കാറ്റഗറീസിൽ നിങ്ങൾക്ക് ന്യൂ കോയിൻസ് റിവാർഡ്സ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ഒരു റിവാർഡ്സ് ആയിട്ടുള്ള ന്യൂ കോയിൻസ് നിങ്ങൾക്ക് ടാറ്റ ന്യൂയുടെ ആപ്പിൽ എവിടെ വേണമെങ്കിലും ഗ്രോസറി ആയിട്ട് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാഷൻ സ്റ്റോഴ്സിൽ അപ്ലൈ ചെയ്യാനോ അങ്ങനെ എന്ത് സ്റ്റോഴ്സിൽ വേണമെങ്കിലും ഈ ഒരു റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് 1 റിവാർഡ് പോയിന്റ് ഈക്വൽ ടു 1 റുപ്പി എന്നുള്ള വാല്യൂവിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അവസരം തരുന്നു. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ടാറ്റ ന്യൂ കാർഡ് 2 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ടാറ്റ ന്യൂ കാർഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്, മറ്റൊന്ന് ടാറ്റ ന്യൂ കാർഡ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിൽ ഞാൻ ഇൻഫിനിറ്റി എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് കുറച്ചുകൂടെ ഹൈ ഫീസ് ആണുള്ളത്, പക്ഷേ നല്ല ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു വണ്ടർഫുൾ കാർഡാണ് ഓഫേഴ്സ് വൈസ്. അതുകൊണ്ടാണ് ഈ ഒരു കാർഡ് എടുത്തത്. ഈ 2 കാർഡുകൾ തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് താഴെ പോകുമ്പോൾ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. 5% വരെ ന്യൂ കോയിൻസ് ആണ് ടാറ്റ ന്യൂ ആപ്പിൽ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടാതെ ഈ 2 കാർഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ടാറ്റ ന്യൂ കാർഡ് ഇൻഫിനിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്ക് ആണ് അവർ നൽകുന്നത്. അപ്പോൾ ഇതാണ് മാക്സിമം ക്യാഷ് ബാക്ക് നൽകുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാർഡ് എടുത്തത്. ടാറ്റ പ്ലാറ്റ്ഫോംസിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ടാറ്റ ന്യൂ ആപ്പിൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാം, ബിഗ് ബാസ്ക്കറ്റിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം, കൂടാതെ നിങ്ങൾക്ക് സുഡിയോ അല്ലെങ്കിൽ വെസ്റ്റ് സൈഡ് അങ്ങനെയുള്ള ക്ലോത്തിങ് സ്റ്റോഴ്സിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഈ ഒരു പർച്ചേസിനെല്ലാം ടാറ്റ ന്യൂ കാർഡിന് ഇൻഫിനിറ്റി റേഞ്ചാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന കാർഡെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10% ക്യാഷ് ബാക്ക് ആണ്. എന്നാൽ ഇതിൻ്റെ കുറച്ചുകൂടെ താഴ്ന്ന വേരിയൻ്റ് ആയിട്ടുള്ള 499 രൂപ റിന്യൂവൽ ഫീസായിട്ട് വരുന്ന ന്യൂ കാർഡ് പ്ലസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 7% ഈ ഒരു മർച്ചൻസിൽ അക്രോസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. ഇനി മറ്റ് ടാറ്റ ബ്രാൻഡ് പാർട്ട്ണറുകളിൽ നിങ്ങൾ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 5% ക്യാഷ് ബാക്കാണ്. ഇതിൽ ഏറ്റവും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടാറ്റ ക്രോമ, ക്ലിക്ക്, ടാറ്റ 1MG, ടാറ്റ പ്ലേ, ടൈറ്റൻ എന്ന് പറയുന്ന ജ്വല്ലറി സ്റ്റോർ, തനിഷ്ക് എന്ന് പറയുന്ന ജ്വല്ലറി സ്റ്റോർ. നിങ്ങളിപ്പോൾ താജ് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിലും നല്ലൊരു 5% ഡിസ്കൗണ്ട് ആണ് ഈ ഒരു കാർഡ് റെഡി ആയിട്ട് ഓൺലൈനായിട്ടും സ്റ്റോറിൽ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ നൽകുന്നത്. എയർ ഇന്ത്യയിലും ഈ ഒരു കാർഡിൻ്റെ ഓഫേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അതായത് ഫ്ലാറ്റ് 5% ആണ് നിങ്ങൾക്ക് എയർ ഇന്ത്യയിലൊക്കെ
ന്യൂ കാർഡ് ഇൻഫിനിറ്റി നൽകുന്നത്. അതേസമയം നിങ്ങൾ ന്യൂ കാർഡ് പ്ലസ്സിലാണെങ്കിൽ നിങ്ങൾ 2% ക്യാഷ് ബാക്കാണ് ലഭിക്കുന്നത്. ഞാൻ വളരെയധികം ടാറ്റ ബ്രാൻഡ്സ് ഉപയോഗിക്കുന്ന ആളാണ്. കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടാറ്റ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് വെസ്റ്റ് സൈഡും IHCLും ഒക്കെയാണ്. ഈ ഒരു ബ്രാൻഡുകളിൽ നിന്ന് ഈ ഒരു 5% ക്യാഷ് ബാക്ക് എനിക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടിയ വേരിയൻ്റ് ആയിട്ടുള്ള ടാറ്റ ന്യൂ ഇൻഫിനിറ്റി തന്നെ എടുത്തത്. നിങ്ങൾക്ക് ഒരു കുറഞ്ഞ വേരിയൻറ്റിൻ്റെ ആവശ്യമുള്ളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ടാറ്റ ന്യൂ പ്ലസ് കാർഡിലേക്ക് മാറാവുന്നതാണ്. ഇനി മറ്റ് കാര്യങ്ങൾ പറയുന്നത് ടാറ്റ ന്യൂ ആപ്പിൽ നിങ്ങൾ ബിൽ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ 5% ക്യാഷ് ബാക്കാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ നിങ്ങൾക്ക് പ്ലസ് കാർഡാണെങ്കിൽ 2% ക്യാഷ് ബാക്കാണ് ലഭിക്കുന്നത്. ഇനി നിങ്ങൾ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ നടത്തിയാലും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തിയാലും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റിവാർഡ് പോയിൻറ്റ്സ് നൽകുന്നുണ്ട്. 1.5% റിവാർഡാണ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്പെൻസിന് ടാറ്റ ന്യൂ ഇൻഫിനിറ്റി നൽകുന്നത്. അതേസമയം 1% ആണ് ടാറ്റ ന്യൂ പ്ലസ് കാർഡ് നിങ്ങൾക്ക് നൽകുന്നത്. ഇനി ഈ ഒരു കാർഡിന് ലൗഞ്ച് ആക്സസും കോംപ്ലിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 ഡൊമസ്റ്റിക് എയർപോർട്ടുകളും 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളും ഈ ഒരു കാർഡിൻ്റെ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലൗഞ്ച് ആക്സസ് വഴി ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ പ്ലസ് വേരിയൻ്റ് ആണ് കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് വിസിറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ, ഇൻ്റർനാഷണൽ വിസിറ്റ്സ് ലഭിക്കുന്നില്ല. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാനുള്ള വളരെ എളുപ്പത്തിൽ സഹായിക്കുന്ന, അതും ഫ്രീ ആയിട്ട് ഇനി മുതൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചെക്ക് എന്ന് പറയുന്നത്. ഇതുവരെയും ചെക്ക് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് തന്നെ ചെക്ക് ഡൗൺലോഡ് ചെയ്ത് അമേസിംഗ് ആയിട്ടുള്ള ഒരു റിവാർഡ് കൂടെ കരസ്ഥമാക്കിക്കൊണ്ട് നിങ്ങളുടെ ബിൽ പേയ്മെൻറ്റ് ജേർണി ആരംഭിക്കുക. അപ്പോൾ ചെക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ ഓരോ തവണ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോഴും 1% ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അത് ചെക്ക് ചിപ്സ് ആയിട്ടാണ് ലഭ്യമാകുന്നത്. ഈ ചെക്ക് ചിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിത് വൗച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതും പ്രീമിയം ബ്രാൻഡുകളുടെ വൗച്ചേഴ്സ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ചെക്ക് ചിപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ, ഡോമിനോസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, യൂബർ, സ്നിച്ച്, ഗുലാഗ്, ക്ലിയർ ട്രിപ്പ് ഇങ്ങനെയുള്ള അമേസിംഗ് ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള സൈറ്റുകളിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ചെക്ക് നിങ്ങൾക്ക് ഈ ഒരു കോയിൻസിനെ ഗിഫ്റ്റ് കാർഡായിട്ട് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ ക്രെഡിറ്റിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞു. ക്രെഡിറ്റ് ഓരോ തവണയും നിങ്ങൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്യാഷ് ബാക്ക് ആണ് നൽകുന്നതെങ്കിൽ ചെക്ക് നിങ്ങൾക്ക് നൽകുന്ന കോയിൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റിൽ കിട്ടുന്ന ക്യാഷ് ബാക്കിനേക്കാളും കൂടുതൽ വാല്യൂ കിട്ടുന്നു. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന എത്ര ചെക്ക് ചിപ്സ് ആയാലും അതിനെ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് വൗച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ക്രെഡിറ്റിൻ്റെ കോയിൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ എല്ലാ കോയിൻസും നമുക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ക്രെഡിറ്റിൻ്റെ ഒരു പോരായ്മ. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ഉപയോഗിച്ച് റെൻറ്റ് പേയ്മെൻറ്റ്സ് നടത്താനായിട്ടും മാത്രമല്ല എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെയും ബിൽസ് ഒറ്റ സിംഗിൾ പേയ്മെൻ്റ് ആയിട്ട് നടത്താനായിട്ടും സാധിക്കും. കൂടാതെ ചെക്ക് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് റിപ്പോർട്ടും കിട്ടുന്നതായിരിക്കും. ഇനി ഡ്യൂ ഡേറ്റ് ഒന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവുകയില്ല. കാരണം നിങ്ങളുടെ എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒറ്റ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന ഒരു സർവീസാണ് ചെക്ക് നൽകുന്നത്. അപ്പോൾ ചെക്ക് ഇതുവരെയും ഡൗൺലോഡ് ചെയ്യാത്തവർ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് ചെക്കിലേക്ക് ജോയിൻ ചെയ്യുക. ചെക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ നിങ്ങളുടെ HDFC ബാങ്കിൻ്റെ ന്യൂ ക്രെഡിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ ന്യൂ പ്ലസ് അല്ലെങ്കിൽ ന്യൂ ഇൻഫിനിറ്റി ക്രെഡിറ്റ് കാർഡിൻ്റെയും ബില്ലുകൾ വളരെ എളുപ്പത്തിൽ അടയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓഫർ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ മെയിനായിട്ടും അട്രാക്റ്റ് ആവാൻ കാരണം അതുകൊണ്ട് തന്നെ റൂപേ വേരിയൻ്റ് തന്നെ ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 1.5% ആണ് ഈ ഒരു കാർഡ് നിങ്ങൾ UPIയിൽ പേ ചെയ്യുന്നതിന് വേണ്ടി. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ പേയിൽ ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ഒരു കാർഡ് UPI പിന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള മർച്ചൻസിലും നിങ്ങൾക്ക് UPI അക്സെപ്റ്റ് ചെയ്യുന്ന എവിടെയും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1.5% ക്യാഷ് ബാക്കാണ് ഈ ഒരു കാർഡ് ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡ് നൽകുന്നത്. അതേസമയം ടാറ്റ ന്യൂ റൂപേ പ്ലസ് കാർഡ് നൽകുന്നത് 1% ക്യാഷ് ബാക്കാണ്. കൂടാതെ എല്ലാ കാർഡുകളിലും ഉള്ളതുപോലെ 1% ഫ്യൂവൽ സർചാർജ് വേവറും ഈ ഒരു കാർഡിലുണ്ട്. ഇനി ഈ കാർഡിൻ്റെ ജോയിനിങ് ഫീ ഇപ്പോൾ ലിമിറ്റഡ് ടൈമിലേക്ക് അവർ പറയുന്നത് ഫ്രീ എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ജോയിനിങ് ഫീ കൊടുക്കേണ്ടതില്ല. ഇൻഫിനിറ്റി കാർഡാണെങ്കിൽ വർഷം തോറും നിങ്ങൾ 1499 രൂപയാണ് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു ഫീ നിങ്ങൾക്ക് വെയ്വ് ഓഫ് ചെയ്യാനായിട്ടും സാധിക്കും. 3 ലക്ഷം അല്ലെങ്കിൽ അധികം ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് റിന്യൂവൽ ഫീ ഇൻഫിനിറ്റി കാർഡിന് കൊടുക്കേണ്ടി വരില്ല. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂ കാർഡ് പ്ലസ് ഉള്ളവർക്ക് 0 ജോയിനിങ് ഫീ ആണ് ഇപ്പോൾ
താൽക്കാലികമായിട്ട് നൽകുന്നത്. എന്നാൽ റിന്യൂവൽ ഫീ 499 പ്ലസ് GST ആണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഔട്ട്വേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ജോയിനിങ് ഫീ ഒരു കാര്യമായിട്ടുള്ളൊരു ഫീ അല്ല എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു ഫീ വേവ് ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. 1,00,000 കൂടുതൽ രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി ഒരു വർഷം, എങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കുള്ള റിന്യൂവൽ ഫീ കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഒരു ഇലിസ്ട്രേഷൻ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കാർഡ് നിങ്ങളെ സേവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളത് ഇവരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ കാർഡ് ഇൻഫിനിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോസറി, മന്ത്ലി സ്പെൻസ്, അതിനനുസരിച്ച് ആനുവൽ ബെനിഫിറ്റ്സ് എന്നിവയെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അവർ ടോട്ടലായിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് നൽകുന്നുള്ളത്. മന്ത്ലി സ്പെൻസ് ഏകദേശം 1,10,000 രൂപ ഉള്ളവർക്ക് ആനുവൽ ബെനിഫിറ്റ്സ് ആയിട്ട് 1,21,779 രൂപയാണ് ഈ ഒരു ന്യൂ കാർഡ് നൽകുന്നത്, ന്യൂ ഇൻഫിനിറ്റി കാർഡ് നൽകുന്നത്. എന്നാൽ ന്യൂ പ്ലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 52,500 രൂപ മന്ത്ലി സ്പെൻഡ് ചെയ്യുന്നവർക്ക് ആനുവൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത് 35,699 ആണ്. ഈ ഒരു അതർ സ്പെൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് UPI സ്പെൻസിനെ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ക്യാപ്പ് വരുന്നത് 1,800 രൂപ വരെയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ UPIയിൽ നിന്ന് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ജസ്റ്റ് UPI ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ. അതും ഒരു നല്ലൊരു ഓഫറാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ജോയിനിങ് ഫീസ് കൊടുക്കേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ജോയിനിങ് ഫീസ് കൊടുക്കേണ്ടാത്ത ഒരു സമയത്താണ് ഈ ഒരു കാർഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം ബെനിഫിറ്റായിട്ട് ആ ജോയിനിങ് ഫീസ് നിങ്ങളുടെ ടാറ്റ ന്യൂ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അവിടെയും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ജോയിനിങ് ഫീസ് ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ടില്ല. ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ടാണ് ഈ കാർഡ് ആക്ട് ചെയ്യുന്നത് എന്ന് പറയാം. ഇതിപ്പോൾ ന്യൂ കാർഡ് പ്ലസ് ആയാലും ന്യൂ കാർഡ് ഇൻഫിനിറ്റി ആയാലും രണ്ടിനും ഈ ഒരു കേസ് എന്ന് പറയുന്നത് ട്രൂ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടാറ്റ ന്യൂ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു കാർഡിൻ്റെ അൺബോക്സിങ് വീഡിയോ ഷോർട്ട്ലി നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒരു എൻവലപ്പിനുള്ളിൽ ആ കാർഡും കുറച്ച് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ആ ഒരു ബോക്സിങ്ങിൽ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഈ വീഡിയോയുടെ കൂടെ ആ അൺബോക്സിങ് കാണിക്കേണ്ട എന്ന് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ഒരു കാർഡിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ കണ്ണോടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു കാർഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ച് ഈ കാർഡിന് സൈനപ്പ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫിനാൻഷ്യൽ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.